ഹലോ ഗൈസ്, ഞാനെന്ന് പറഞ്ഞില്ലേ ടോക്സിക് പടം കാണാൻ പോകുന്നെന്ന്. പടം കണ്ടു, വെറും ശോകം, അട്ടർ ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം. ഗീതു മോഹൻദാസിൻ്റെ ഒക്കെ പടം ഒരു നേരത്തെ ഞാൻ കൂട്ടിയിട്ടില്ല, പിന്നെ യഷിനെ വെച്ചിട്ടാണ് കുറച്ച് കണക്ക് കൂട്ടിയിരുന്നത്. അടിപൊളി പടമായിരിക്കും, നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. KGF തന്ന പുള്ളിയുടെ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇതിലൊന്നിപ്പം ഒരു വെറിഫിക്കേഷൻ പോലും ഇല്ല. വേസ്റ്റ് ടൈമായിരുന്നു. രാവിലെ 6 മണിക്ക് വന്നതാണ് പടം കാണാൻ. എന്തിനു പോയെന്ന് ആലോചിച്ചോണ്ട് തിരുവോണത്തിന്. അയ്യോ, അവസ്ഥയായിപ്പോയി. ഇതിൽ പറയുമ്പോൾ യശുണ്ട്, പക്ഷേ ഉള്ളു. യഷിൻ്റെ കുറേ അലറലും വിളിയും, പിന്നെ എങ്ങോട്ടോ പോണ ഒരു കഥ, എങ്ങോട്ടോ പോണ ഒരു ക്യാരക്ടർ, എങ്ങോട്ടോ പോണ ബാക്കി ആക്ടേഴ്സ്. എന്താരെയൊക്കെ വരും, കുറച്ച് കഴിയുമ്പം പോവും, മരിച്ചു പോവും. ഇടയ്ക്ക് ആലോചിച്ച് ഇത്രയും നല്ല പൈസയൊക്കെ മുടക്കി ഒരു പടം എടുക്കണം, ഗീതു എടുക്കണമെന്നുണ്ടെങ്കിൽ, സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല പടമായിരിക്കും. എന്തുകൊണ്ട് മലയാളത്തിൽ വന്നില്ല എന്ന് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി. ചേച്ചി വരാത്തതാണ് നല്ലത്. മലയാള സിനിമ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ പോകണുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ വിലയിരുത്തിയ ഒരാളല്ല, പക്ഷേ എന്നാലും ഞാൻ പറയണത്, അട്ടർ ഫ്ലോപ്പ് ഇതുപോലത്തെ ഒരു പടമൊന്നും എടുത്തുകൊണ്ട് വെച്ച് കൊടുക്കില്ലേ ഓണത്തിനൊന്നും. നല്ല പടം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വന്ന് കാണുന്നതാണ്. കുറേ അലറില്ല, ഇനി ഞാൻ മലയാളം KGF ഞാൻ മലയാളം കണ്ടിട്ടുണ്ട്, അതിൽ അത്യാവശ്യം നല്ലതായിരുന്നു. ഇത് എന്താണ് അലറില്ല, അങ്ങോട്ട് അലറില്ല, ഇങ്ങോട്ട് അലറല്. ട്വിസ്റ്റൊക്കെ അടിപൊളി, ഗംഭീര ട്വിസ്റ്റ്, ഒരുമാതിരി കോണാത്തിലെ ട്വിസ്റ്റ് എന്നല്ല പറയല. ഇതിൽ കഥ എവിടെ, ആൾക്കാരെവിടെ, ഇത് എവിടെ. ഒരു ദിവസം പോയി. ആൾക്കാരൊക്കെ മറ്റേ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം കാണുമ്പോൾ ഞാൻ കണ്ട തിയേറ്ററിൽ നിന്ന് ആൾക്കാരൊക്കെ ചിരിക്കുന്നു. കുറെ അടി, ഇടി, വെടി, പുക. വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോക്ക് വെച്ചുള്ള വെടിയുണ്ട്, അല്ലാത്ത വെടിവെപ്പും ഉണ്ട്. എന്ത് മൂള പടമാണ് എടുത്ത് വെച്ചേക്കുന്നത്. പൊട്ടന്മാരാക്കണം ആൾക്കാരെ. അല്ല, നിങ്ങൾ നിർബന്ധിച്ചിട്ടല്ല ഞാൻ സിനിമയ്ക്ക് പോയത്, പക്ഷേ തള്ളി വിട്ടത് കാണുമ്പോഴേ നല്ല ഇരിക്കുന്നു. ഇടയ്ക്ക് മറ്റേ സ്റ്റേജ് കിട്ടിയപ്പോൾ അയ്യോ ഇന്ന ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയതുകൊണ്ടാണ് എൻ്റെ വലിയ സംഭവം, വലിയ ഭാഗ്യം, അത് ഇത്. എന്തോ എവിടത്തത് പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. വിഷമമുണ്ട്. രാവിലെ 6 മണിക്ക് പോയത്, ഉറക്കമൊന്നുമില്ല, ഉറങ്ങാതെ പോയതാണ്. നല്ലൊരു പടം തിരുവോണത്തിൻ്റെ അന്ന് കാണാന്ന് പറഞ്ഞു പോയാൽ ഞാനെന്നല്ല ബാക്കി എത്ര പേരായി, ആരായി. ഏരീസിൽ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കാട്ടാക്കട ബുക്ക് ചെയ്തു. ഏരീസ് ഫുള്ളായിരുന്നു, കാട്ടാക്കട ബുക്ക് ചെയ്തപ്പോഴാണ് അതും ഫുള്ളാവാറായി. ഇത്ര ആൾക്കാർ നിങ്ങൾ പറ്റിക്കുന്നു. ഞാൻ വിചാരിച്ചു യക്ഷയൊക്കെ നല്ലൊരു പടം, ഈ കഥ പുള്ളി ആദ്യം കേൾക്കണതല്ലേ. എന്തിനു നമ്മളെ മലയാളത്തിലൊരു പുള്ളിയുണ്ട്, സുദേവ് നായർ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആ പടത്തിൽ എന്താണ് റോള്? പുള്ളിക്ക് ഈ യഷിന്റെ എന്താണ് റൈറ്റ് ഹാൻഡ്, ആ ഒരു ഇതാണ്, അതാണോ നിങ്ങൾ കൊടുത്തേക്കുന്നത്? അയ്യോ, അവസ്ഥയായിരുന്നു ചേച്ചിയെ പടം. പിന്നെ പ്രൊഡക്ഷനിൽ യശൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു പോകും. പക്ഷെ നിങ്ങളെ വിശ്വസിച്ച് ഇനി ഒരു പടം ആരും കമ്മിറ്റ്മെന്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാസ് ആക്ഷൻ ത്രില്ലർ തേങ്ങ മാങ്ങ, ആക്ഷൻ അഡ്വഞ്ചർ. അയ്യോ, കൈറ അദ്വാനി, നയൻതാരയൊക്കെ പോയ പോക്ക് കാണണം. അയ്യോ പോയി. ഇവരൊക്കെ എന്ത് നോക്കിയിട്ടാണ് എന്തോ പടം എടുക്കാൻ നിൽക്കുന്നത്. ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലറിൽ എന്തിനാണ് ഇത്ര എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുന്നത്? ഭ്രാന്തനായി ഞാൻ അതിൻ്റെ അകത്തിരുന്നു, മുഴുപ്രാന്തനായി. ശരി, അടുത്ത പടം ഏതെങ്കിലും വരുമ്പോൾ കാണാം. ഇനി ചേച്ചി നന്ദി ഉണ്ടേ, ചേച്ചിയെ നന്ദി ഉണ്ടേ.